Breast enlargement in newborn. ഗ്രീൻ ഫ്ലാഗ് കുഞ്ഞു ആവൾക്ക് പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഒരു ന്യൂബോൺ പീരീഡിൽ കുറച്ച് ദിവസം ബ്രസ്റ്റ് എൻലാർജ്മെന്റ് കാണാറുണ്ട്. അത് നോർമലാണ്. Jaundice. ഗ്രീൻ ഫ്ലാഗ് കുഞ്ഞു ആവൾക്ക് മഞ്ഞ വന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ചില റിസ്ക് ഫാക്ടേഴ്സ് കാരണം മഞ്ഞയുടെ അളവ് കൂടുതലായി വരും. White vaginal discharge. ഗ്രീൻ ഫ്ലാഗ് കുഞ്ഞു കാണാറുണ്ട്, പക്ഷെ ബ്ലഡ് വരികയാണ് എങ്കിൽ പോലും പേടിക്കേണ്ട കാര്യമില്ല. പെൺകുഞ്ഞുങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് വരാറുണ്ട്. അത് മറ്റൊരു ഹോർമോൺ ഇൻഫ്ലുവൻസ് കാരണമാണ്. അതും നോർമലാണ്. Curdle vomiting. ഗ്രീൻ ഫ്ലാഗ് പേടിക്കേണ്ട കാര്യമില്ല. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണയായി കാണുന്ന ഒന്നാണ്. Loose motion. ഗ്രീൻ ഫ്ലാഗ് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ബ്രസ്റ്റ് ഫീഡിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ സൈൻ ആണ് ലൂസ് മോഷൻ എന്ന് പറയുന്നത്. Hiccups. ഗ്രീൻ ഫ്ലാഗ് ഹിക്കപ്പ് പലപ്പോഴും കുഞ്ഞുങ്ങൾ കാണുന്ന ഒന്നാണ്. ശരിയായ രീതിയിൽ ബർപ്പ് ചെയ്താൽ മാത്രം മതിയാവും. Sneezing. ഗ്രീൻ ഫ്ലാഗ് കുഞ്ഞു ആവൾ 1-2 തുമ്മൽ പേടിക്കേണ്ട കാര്യമില്ല, പക്ഷെ ചുമ കണ്ടാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. White patch in mouth. ഗ്രീൻ ഫ്ലാഗ് കുഞ്ഞു ആവൾക്ക് മിൽക്ക് പാച്ച് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചിലപ്പോഴൊക്കെ നാക്കിൽ ഈ പാച്ച് കാണാറുണ്ട്. അത് പേടിക്കേണ്ട കാര്യമില്ല, അത് ഫംഗൽ ഇൻഫെക്ഷൻ. White color poop. റെഡ് ഫ്ലാഗ് കുഞ്ഞു ആവളിൽ ക്ലേ കളേർഡ് അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് പൂപ്പായിട്ട് അല്ലെങ്കിൽ മലം പോകുമ്പോൾ വൈറ്റ് കളർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഉടനെ തന്നെ കാണിക്കണം. Yellow green vomiting. റെഡ് ഫ്ലാഗ് മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിൽ വൊമിറ്റ് ചെയ്യുന്നത് പിത്തസഞ്ചിയുടെ ബിലിയസ് വൊമിറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷന്റെ ലക്ഷണമാകും. തീർച്ചയായും ഉടനെ ഒരു ഡോക്ടറെ പീഡിയാട്രിഷ്യനെ എത്രയും പെട്ടെന്ന് കാണിക്കേണ്ടത് വളരെ ആവശ്യമാണ്.